രാവിലെ നമുക്കൊരു പണി കിട്ടിയല്ലേ? എന്താ കിട്ടി? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ പണി ഇതുണ്ടോ, വെള്ളമാണെങ്കിൽ ഇച്ചിരി ആയിട്ടാണ് വരുന്നത്. പ്രഷർ പൈപ്പ്, മുകളിലത്തെ പ്രഷർ പൈപ്പ് ആണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമാണെന്ന് എനിക്കത് കേടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമല്ല, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ ആയിരുന്നു. വെള്ളം വരുന്നുണ്ട്, അത് തന്നെ ഒരു ആശ്വാസം. എൻ്റെ കൂടെ ഫ്രിഡ്ജാണെങ്കിലും പണി തന്നു. വേണ്ട, ഒന്നും കട്ടയാവുന്നില്ല. എന്ത് ചെയ്യാനാന്ന് പറ. ഞാൻ തേങ്ങയൊക്കെ ആണെങ്കിൽ തിരുമ്മി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതെല്ലാം അഴുക്കാവും. ഇപ്പോൾ ഇതെല്ലാം A to Z എല്ലാ പണിയും ചെയ്യണം. അങ്ങനെ ഫ്രിഡ്ജിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇനി ഒതുക്കി എടുക്കേണ്ട സമയമായി, അല്ലെങ്കിൽ ഇതെല്ലാം അഴുക്കായി പോകും. ഒത്തിരി സാധനങ്ങൾ എന്നായിട്ട് ഇല്ല താനും, അതുകൊണ്ട് ഏതായാലും നന്നായി. ഇനിയിപ്പം മത്തങ്ങയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതായിരുന്നു. അഴുക്കായിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ച് അഴുക്കാവുന്ന ഓർത്തിട്ടാണ് ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ അതെല്ലാം എടുത്തിനെയും ഒരുമിച്ചൊരു കറിയാക്കാം. അല്ല എന്ത് ചെയ്യാനാ, കളയാൻ പറ്റില്ലല്ലോ. രാവിലെ നമുക്കൊരു പണി കിട്ടിയല്ലേ? എന്താ കിട്ടിയത്? കറണ്ട് പോയി. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് ഫോണാണ്. ഫോൺ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആദ്യം ഇതുണ്ടായിരുന്നു. മമ്മി ഫോണിലാണെങ്കിൽ നോക്കി കഴിയും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. മമ്മിയാണെങ്കിൽ പിന്നെ വാട്സപ്പ് നോക്കിയായിരുന്നു. അപ്പം പിന്നെ വൈഫൈ ഉണ്ടായിരുന്നേ. പിന്നെ നോക്കിയാൽ പെട്ടെന്ന് വൈഫൈ കാണുന്നില്ല. പെട്ടെന്ന് ലൈറ്റ് പോയി, പെട്ടെന്ന് കറണ്ട് പോയി. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഈ സൈഡിലുള്ള ആർക്കും കറണ്ട് ഇല്ല. എന്തോ ഇവിടെ വന്ന പിന്നെ ആദ്യമായിട്ടല്ലേ നിങ്ങൾ വന്ന പിന്നെ. പക്ഷേ അമ്മമ്മയ്ക്കുണ്ടല്ലോ മറ്റേ ഓപ്പോസിറ്റ് സൈഡല്ലേ, അത് വേറെ ലൈനായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ ഒരു പറ്റിയിട്ടിരിക്കുക അല്ലേ. അപ്പം ഞങ്ങൾ രാവിലെ എന്താ ചെയ്യുന്നത്? ചായ ഇടുകയാണ് അല്ലേ. ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ലൈറ്റ് വരുവാണെങ്കിൽ നമുക്ക് കാണാമല്ലോ അല്ലേ. ടേബിളിൻ്റെ ഒരു സംശയമാണ്, ഗ്യാസ് എങ്ങനെയാണ് കത്തുന്നത്? ഗ്യാസിന് ലൈറ്റ് വേണ്ടല്ലോ അല്ലേ. രാവിലെ കഥകൊക്കെ ഇങ്ങനെ തുറന്നിട്ടേക്കുക. പിന്നെ ചൂടായ കാരണം കൊണ്ട് നല്ല വെട്ടമാണ്. കണ്ടോ, ഇതിപ്പോൾ ഒരു എത്ര മണിയായെന്ന് പറയും. വെട്ടമുള്ളത് കൊണ്ട് ഓക്കെയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇഞ്ചുമോനാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഒരു പനിക്കോളായിരുന്നു. പിന്നെ ടാബ്ലറ്റൊക്കെ എടുത്തിട്ട് കിടത്തി. ഇപ്പോൾ പക്ഷെ ചൂടൊന്നും ഇല്ല. ഇന്നീക്കുന്നുണ്ടോ ഇപ്പം? എന്നാ ബാ ഇന്നീര്. ഏവലാണെങ്കിൽ എഴുന്നേറ്റിരിക്കുകയാണ് അല്ലേ. പല്ല് തേച്ചു ഏബല്? ഗുഡ് ബോയ്. പക്ഷേ വെള്ളം ഇല്ലാത്തോണ്ട് ഞാൻ അവിടെ പല്ല് തേച്ചു. എണ്ണീക്ക് മോനെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയാണ് റെഡിയാക്കിയത്. ഇതുപോലെ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ പുട്ടൊക്കെ നമുക്ക് ഒറ്റയടിക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് പുട്ടുകുറ്റിയുടെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് പുട്ട്. അതുപോലെ തന്നെ മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഉച്ചയൂണ് സ്പെഷ്യല് ചോറ്, ഇന്നലത്തെ കുറച്ച് മീൻകറി, അതൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ഉണക്കമീൻ വറുത്തത്, ചമ്മന്തി. അപ്പം നമുക്ക് ചോറങ്ങ് വിളമ്പിയാലോ. അപ്പോൾ ചോറിന് നമുക്ക് ഒരുപാട് കൂട്ടാൻ്റെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് 1-2 കൂട്ടാനുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ചോറൊക്കെ ഉണ്ണാനായിട്ട് നമുക്ക് മനസ്സിന് സംതൃപ്തിയായിട്ട് ചോറുണ്ണാൻ പറ്റും. എനിക്ക് ഈ തേങ്ങാ ചമ്മന്തിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ഉണക്കമീൻ, അതൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ്. ഈ തേങ്ങാ ചമ്മന്തിയും ചോറും ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് പിന്നെ എല്ലാ സമയത്തും ഫേവറേറ്റാണ്. അപ്പം ഇതെല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ടുള്ള ഉച്ചയൂണായിരുന്നു. ഓണത്തിന് നമുക്ക് സദ്യയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന്
ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണിത്. നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഓണത്തിന് മാത്രമല്ല സാധാരണ ലൈഫിലാണെങ്കിലും ഇത് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന വളരെ ഉപകാരപ്പെടും. അപ്പോൾ തേങ്ങ നമുക്ക് പെട്ടെന്നാണെങ്കിൽ തിരുമിയെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ പൊതിച്ച് അത് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഈ തേങ്ങയുടെ പുറത്തുള്ള ആ ഒരു കറുത്ത ആ ഒരു ഭാഗം നമുക്ക് പീൽ ചെയ്ത് കളയണം. അത് കത്തി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ ഈ ഒരു കരിന്തൊലി കളയാൻ വേണ്ടി നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം. നമ്മൾ കത്തി വെച്ച് ഈ മത്തങ്ങയുടെ ഒക്കെ തൊലി കളയുമ്പോൾ നമുക്ക് കൈയൊക്കെ കട്ടിയുള്ളത് കാരണം കൊണ്ട് കൈയൊക്കെ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നമുക്ക് ഈ കരിന്തൊലി കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് ചോപ്പറിലിട്ട് നമുക്കിത് ഇതൊന്ന് കഴുകുകയും വേണം അത് കഴിഞ്ഞിട്ട് കേട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ചോപ്പറിലിട്ട് പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ ഇത് തിരുമ്മി കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കറുത്ത തൊലി കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഈ തേങ്ങ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊരു കറുത്ത ഒരു കളറായിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെ ആകുമ്പോൾ നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കും. നല്ല വൃത്തിക്ക് തന്നെ നല്ല പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു തോരൻ വെക്കാനൊക്കെ ആണെങ്കിൽ ഇത് ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തോരനൊക്കെ വെക്കാനാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ കുറച്ചാണെങ്കിൽ എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ നമുക്ക് ഈ ചിക്കനകത്തും ബീഫിനകത്തും അങ്ങനെ തേങ്ങ കൊത്തായിട്ട് നമ്മൾ എടുക്കത്തില്ലേ, അങ്ങനെ ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ ഫ്രീസറിലൊക്കെ ഈ സാധനങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ ഒരുപാട് നാളൊന്നും നമ്മൾ സൂക്ഷിച്ച് വെക്കത്തില്ലല്ലോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ആണെങ്കിലും തിരുമ്മി വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിലും ചെറിയ ബോക്സിലായിട്ടല്ല കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയല്ലേ പതിവ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലിത് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ വീട്ടിലാണെങ്കിൽ സദ്യയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയത്തും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതൊരു വലിയ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇതാണെങ്കിൽ മോള് റബ്ബർ ബാൻഡ് കൊണ്ട് ചൈന റബ്ബർ ഉണ്ടല്ലോ അതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഹാൻഡ് ബാൻഡ് പോലെ റെഡിയാക്കിയതാണ്. നല്ല രസമായിട്ട് അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അവൾക്ക് ഇഷ്ടമാണ് ഇതുപോലെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളാണെങ്കിൽ അതിന് നോ പറയത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. നല്ല രീതിയിൽ തന്നെ ആണെങ്കിൽ അവളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കണ്ട് അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇത് കണ്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതും അതുപോലെ തന്നെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എൻവലപ്പ് ഉണ്ടല്ലോ അതിൽ പിന്നെ പേപ്പറിലാണെങ്കിൽ ബട്ടർഫ്ലൈ ആണെങ്കിൽ വരച്ചിട്ട് അത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു ബൊക്ക പോലെ ഇങ്ങനെ വെക്കും. അപ്പോൾ അവളൊരു കുപ്പിയൊക്കെ എടുത്തിട്ട് അതിൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.